കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഓരോ മനുഷ്യരും ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്നവരാകണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ ഓരോ മനുഷ്യ ഹൃദയങ്ങളും ജ്വലിക്കുന്നതായി മാറണം. ജ്വലിക്കുമ്പോൾ പ്രകാശം ഉണ്ടാവുകയും ഇരുട്ട് മാറ്റപ്പെടുകയും ചെയ്യും. നാം ആത്മാവിൽ ജ്വലിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ അന്ധകാരം മാറ്റപ്പെടുകയും ക്രിസ്തുവിന്റെ പ്രകാശം നമ്മിൽ നിറയുകയും ചെയ്യും. ഓരോ മനുഷ്യരും ക്രിസ്തുവിന്റെ പ്രകാശം നിറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഓരോ മനുഷ്യ ഹൃദയങ്ങളെയും ജ്വലിപ്പിക്കും. പരിശുദ്ധാത്മാവ് വാസം ചെയ്ത ഓരോ മനുഷ്യ ഹൃദയങ്ങളും എല്ലായ്പ്പോഴും ഏത് അവസ്ഥയിലും ദൈവത്തെ പ്രതിയുള്ള തീഷ്ണതയാൽ ജ്വലിച്ചുകൊണ്ടേ ഇരിക്കണം. സ്നേഹമുള്ളവരെ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും, 40 രാവും 40 പകലും കടന്ന് കർത്താവിന്റെ മലയായ ഹോറേബിലെത്തിയ ഏലിയ പ്രവാചകൻ ഒരു ഗുഹയിൽ വസിക്കുമ്പോൾ ദൈവമായ കർത്താവ് ഏലിയോട് ചോദിച്ചു, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? ഏലിയ പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ദൈവം തന്റെ അനന്ത കാരുണ്യത്താൽ സൃഷ്ടിച്ച മനുഷ്യർ എല്ലാം തന്നെ ആത്മാവിൽ മന്ദീഭവിച്ചവർ ആകാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ദൈവമഹത്വത്തിനായി ചെയ്യുന്ന ശുശ്രൂഷയിൽ നാം തീഷ്ണതയുള്ളവരായി മാറണം. ദാനം ചെയ്യുന്നതിലും അപരനെ സഹായിക്കുന്നതിലും നാം തീഷ്ണതയുള്ളവരായി മാറണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവെന്ന വലിയ ശക്തിയെ നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് സ്വീകരിക്കാം. ദൈവം നമുക്ക് നൽകിയ സത്യാത്മാവിനെ വിശുദ്ധിയോടെ നാം കാത്തു സൂക്ഷിക്കുമെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ നയിക്കുകയുള്ളൂ. ഇന്ന് മനുഷ്യന്റെ തകർന്നു എന്ന് കരുതിയ ഓരോ മേഖലകളെയും പരിശുദ്ധാത്മാവ് പടുത്തുയർത്തട്ടെ. പരിശുദ്ധാത്മാവായ ദൈവം ഓരോ മനുഷ്യ ഹൃദയങ്ങളെയും ഇന്ന് തീഷ്ണതയാൽ ജ്വലിപ്പിക്കട്ടെ. വചനം വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കത്തിപ്പടരട്ടെ. കർത്താവിന്റെ ആത്മാവിനാൽ നാം ജ്വലിക്കപ്പെടട്ടെ. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ഓരോ മേഖലയിലും കടന്നു വരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പറയാം, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ, എന്നെ നീ കത്തിപ്പടരണമേ. ആമേൻ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ഹല്ലേലൂയ. ആത്മാവേ, എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ഏലിയായിൽ ജ്വലിച്ചു നിന്ന പരിശുദ്ധാത്മാവേ, എലീശയ്ക്ക് ഇരട്ടിപ്പങ്ക് അഭിഷേകം നൽകിയ പരിശുദ്ധാത്മാവേ, ദാനിയേലിനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളെ അവിടുന്ന് ഇന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയോട് പ്രാർത്ഥിക്കുന്ന മക്കളിൽ നിറയണമേ പരിശുദ്ധാത്മാവേ. ദൈവമേ, അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ, ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ, അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ, ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ, എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ, എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ, എന്നെ നീ കത്തിപ്പടരണമേ. ആമേൻ, ആമേൻ.
ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഓ പരിശുദ്ധാത്മാവേ, ആത്മാവേ എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. പെന്തക്കോസ്താ നാളിൽ അപ്പോസ്തലന്മാരിൽ കടന്നു വന്ന പരിശുദ്ധാത്മാവേ, ഇന്ന് അവിടുത്തെ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളിൽ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ ആത്മീയ ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തണമേ. സ്നേഹന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ. ആമേൻ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. സ്നേഹന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആമേൻ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഇന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്ന സകല മക്കളിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും അനുഗ്രഹവും കടന്നു വരുവാനായി ഇടയാകട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.